അതിരാവിലെ എഴുന്നേൽക്കണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും തണുപ്പും യാത്രാക്ഷീണവും കാരണം എഴുന്നേൽക്കാൻ അല്പം വൈകി. പ്രഭാത ഭക്ഷണവും കഴിച്ച് മൂകാംബിക ക്ഷേത്രത്തിൽ തൊഴുത് പ്രസാദവും വാങ്ങി കുറച്ചു നേരം റോഡിലൂടെ വെറുതെ നടന്നു. റോഡരികിൽ അതിരാവിലെ തന്നെ കച്ചവടം തുടങ്ങിയിരുന്നു. പതിവ് പോലെ വില തിരക്കി നടന്നതല്ലാതെ ഇത്തവണയും ഞാൻ ഒന്നും വാങ്ങിയില്ല. കൊല്ലൂർ പോലീസ് സ്റ്റേഷന് മുന്നിലായാണ് കുടജാദ്രിയിലേക്ക് പോകാനുള്ള ജീപ്പ് കയറിയത്. ഒരു ട്രിപ്പിന് 8 പേര് തികഞ്ഞാൽ അവർ ജീപ്പ് എടുക്കും. ഒരാൾക്ക് 350 രൂപ നിരക്കിൽ, അല്ലെങ്കിൽ പേഴ്സണലായും നമുക്കെടുക്കാം. ഒരു ട്രിപ്പിന് 2800 രൂപ കൊടുക്കണം എന്ന് മാത്രം. എന്തായാലും 8 പേര് തികയുന്നതുവരെ കാത്തു നിന്നിട്ടാണ് ഈ യാത്ര തുടർന്നത്. ഞങ്ങൾക്കൊരു തലശ്ശേരി കുടുംബത്തെ കൂട്ടുകിട്ടി. വനത്തിന് നടുവിലൂടെയുള്ള യാത്രക്കിടെ കാണുന്ന കമുകിൻ തോട്ടങ്ങൾ, കോടമഞ്ഞ് നിറഞ്ഞ കാഴ്ചകൾ. ഇതുവരെയുള്ള യാത്ര നല്ല റോഡിലൂടെയായിരുന്നെങ്കിൽ ഇനിയുള്ള യാത്ര ഓഫ് റോഡിലൂടെ മാത്രം. അതായിരിക്കും കുടജാദ്രിയുടെ ഏറ്റവും വലിയ ആകർഷണവും എന്ന് തോന്നുന്നു. ഇടയ്ക്കുള്ള ചെക്ക് പോസ്റ്റിൽ ഒരാൾക്ക് 25 രൂപ വീതം എൻട്രൻസ് ഫീസും കൊടുത്ത് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. കാഴ്ചകൾ ആസ്വദിച്ച് ജീപ്പിൽ ആടിയുലഞ്ഞുള്ള യാത്രക്കിടയിൽ തലശ്ശേരി കുടുംബത്തിലെ അമ്മമാരുടെ സംസാരം ഇടയ്ക്കിടെ എല്ലാവരിലും ചിരിയുണർത്തി. അമ്മമാരുടെ ആഗ്രഹം പോലെ ജീപ്പ് യാത്ര അവസാനിച്ചു. ജീപ്പ് യാത്ര അവസാനിക്കുന്നിടത്ത് ചെറിയ ചെറിയ അമ്പലങ്ങൾ. അവിടെ ഇരിക്കുന്ന സ്വാമിമാർ ആ സ്ഥലത്തെക്കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും ഭാഷ മനസ്സിലാക്കാത്തതുകൊണ്ടോ സർവജ്ഞപീഠത്തിലേക്ക് എത്താനുള്ള ആവേശം കൊണ്ടോ എനിക്കതൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. 8 പേര് വന്ന ജീപ്പിൽ നിന്ന് ഞാനും എൻ്റെ സുഹൃത്തും ഉൾപ്പെടെ 4 പേരാണ് നടന്നു കയറാൻ തീരുമാനിച്ചത്. ഞങ്ങൾ 4 പേരും ഒരുമിച്ച് കയറി തുടങ്ങിയെങ്കിലും കൂടെയുള്ള 2 പേരെ ബഹുദൂരം പിന്നിലാക്കി ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടെ വെയിൽ അതിൻ്റെ രൗദ്രഭാവത്തിൽ വരുമ്പോൾ കയ്യിലുള്ള വെള്ളവും കുടിച്ച് ഇത്തിരി നേരം വിശ്രമിച്ച് വീണ്ടും കയറി. മുകളിൽ നിന്ന് തിരിച്ചിറങ്ങുന്നവർ കയറ്റം കഠിനമെന്ന് പറയുമ്പോഴും നമ്മുടെ ആവേശം ചോരാതെ വീണ്ടും നടന്നു കയറി. ഇടയിൽ കിട്ടിയ വെയിലൊഴിച്ചാൽ നല്ല തണുത്ത അന്തരീക്ഷമാണ്. കോടമഞ്ഞു മൂടിയ പ്രകൃതിയുടെ മനമയക്കുന്ന ദൃശ്യങ്ങൾ. ഇടയ്ക്കിടെ ഇത്തിരി നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. ദേവീപ്രീതിക്കായി ആദിശങ്കരൻ തപസ് ചെയ്തത് കുടജാദ്രിയുടെ ഉദുംഗത്തിലെ സർവജ്ഞപീഠമെന്ന കൽമണ്ഡപത്തിലാണ്. ശങ്കരപീഠത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ താഴ്വാരത്ത് കൊല്ലൂർ ക്ഷേത്രം കാണാം. ശാന്തസ്വരൂപിണിയായ ഉമാദേവി, രൗദ്രഭാവത്തിലുള്ള ദേവി, കാലഭൈരവൻ എന്നിവരുടെ ക്ഷേത്രങ്ങളും കുടജാദ്രിയിലുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വേണം മല കയറാൻ. കൊല്ലൂരിൽ നിന്ന് കുടജാദ്രിയിലേക്ക് 38 കിലോമീറ്റർ ദൂരമുണ്ട്. ഇരുദിശയിലുമായി 3 മണിക്കൂർ യാത്ര. കുടജാദ്രി കയറി ഇറങ്ങുന്നത് കൂടിയാകുമ്പോൾ ഏകദേശം 5 മണിക്കൂർ സമയം വേണ്ടിവരും. രാവിലെ 6 മുതൽ വൈകിട്ട് 3 വരെ കൊല്ലൂരിൽ നിന്ന് ജീപ്പുണ്ട്. 6 മണി വരെയാണ് മടക്കയാത്ര. അത് കഴിഞ്ഞാൽ കുടജാദ്രി ക്ഷേത്ര പരിസരത്ത് തങ്ങേണ്ടി വരും. ഓരോ കയറ്റത്തിനും അപ്പുറമുള്ള നിരന്ന പ്രദേശത്തെ ഓരോ നിൽപ്പും പ്രകൃതിയോട് ചേർന്നാണ്. മലമുകളിലെ അക്ഷരപുണ്യം തേടിയുള്ള പാതയിൽ ഇതിനപ്പുറം കയറ്റങ്ങളില്ല. കഠിനമായ കയറ്റങ്ങൾ തുടങ്ങിയിട്ടേയുള്ളൂ. അറിവിൻ്റെ പീഠമെത്താൻ കുറുക്കുവഴികൾ ഇല്ലെന്നും അതിന് അവനവൻ തന്നെ കഠിനമായ വഴികളിലൂടെ നടക്കേണ്ടതുണ്ടെന്നും ഈ യാത്ര നമ്മളെ പഠിപ്പിക്കുന്നു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ച് ഐതിഹ്യങ്ങൾ നിരവധിയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനരികിലാണ് അദ്വൈതാചാര്യനായ ശ്രീശങ്കരൻ തപസ്സിനിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. കുടജാദ്രിയിലാണെന്ന് മറ്റൊരു വാദവുമുണ്ട്. ശങ്കരാചാര്യൻ നിർദ്ദേശിച്ച പ്രകാരമാണ് ഇന്നും ക്ഷേത്രത്തിലെ പൂജാവിധികൾ നടത്തുന്നത്. ആദിശങ്കരൻ നടത്തിയ തപസ്സിൽ സംപ്രീതയായി ദേവി പ്രത്യക്ഷപ്പെടുകയും ദർശനത്തിൽ കണ്ട അതേ രൂപത്തിൽ തന്നെ സ്വയംഭൂവിന് പുറകിൽ ദേവിയുടെ വിഗ്രഹം അദ്ദേഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് മറ്റൊരു ഐതിഹ്യം. അറിവ് തേടിയുള്ള എല്ലാ അന്വേഷണങ്ങളും വന്നു നിൽക്കുന്നത് കുടജാദ്രിയിലെ കരിങ്കൽ പീഠത്തിലാണ്. ആകാശത്തിൻ്റെ തൊട്ടുതാഴെയുള്ള നിശബ്ദതയിൽ മഞ്ഞരിച്ചിറങ്ങുന്ന കുടജാദ്രിയിലെ നിറവിശുദ്ധിയിൽ പവിത്രമായ ശങ്കരപീഠത്തിൻ്റെ കൽപ്പടിയിൽ ഒരു നേരം കണ്ണടച്ചിരിക്കുമ്പോൾ പൂർണ്ണമായ ജ്ഞാനത്തിലാണ്. ശാന്തിയുടെ പ്രണവാക്ഷരം തുടങ്ങുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു. ആചാര്യപാദങ്ങളെ വന്ദിച്ച് മഞ്ഞിറങ്ങി തുടങ്ങിയ മലയിറങ്ങുമ്പോൾ സർവജ്ഞപീഠം തേടിയുള്ള യാത്ര പൂർണ്ണമാകുന്നു. പാറയിൽ കൊത്തിയുണ്ടാക്കിയ ക്ഷേത്രം അകത്തിരുന്ന പൂജാരി ആ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറഞ്ഞു തന്നു. ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കാണാം. ഇവിടെ നിന്ന് ക്ഷേത്രം കാണാൻ കഴിയുമോ എന്ന് തോന്നി. ക്ഷേത്രം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കൊല്ലൂർ ഒരു കാഴ്ച തന്നെയാണ്.